പുരാതനമായിട്ടുള്ള ഈ കരിക്ക ക്ഷേത്രം ഇതൊരു കുടുംബക്ഷേത്രമാണ്. ശരിക്കൊരു കുടുംബത്തിൻ്റെ ക്ഷേത്രമായിരുന്ന ഒരു ക്ഷേത്രമാണ്. ചെറിയ തോതിൽ ആചാരമൊക്കെ ഉണ്ടായിരുന്ന ഒരു ക്ഷേത്രമാണ് ഇന്നിപ്പോൾ ഈ രൂപത്തിലേക്ക് വന്നിട്ടുള്ളത്. ഇവിടെ ഒരു കുടുംബക്ഷേത്രം എന്നുള്ള നിലയ്ക്കുള്ള കാര്യങ്ങളെല്ലാം ഒരു കാലത്ത് ചെയ്തു വന്നിരുന്നു. അതിനുശേഷം ആ ആചാരങ്ങളുടെ അല്ലെങ്കിൽ അതിൻ്റെ നിഷ്ഠകളുടെ പ്രത്യേകത കൊണ്ടായിരിക്കാം അത് വികസിച്ച് അതിന് പ്രസിദ്ധി വന്ന് ഈ രൂപത്തിലേക്ക് ആയതെന്ന് തോന്നും. അപ്പോൾ സാധാരണ നമ്മളിപ്പോൾ ഒരു ക്ഷേത്രം സ്ഥാപിച്ചു കഴിയുമ്പോൾ അതിൻ്റെ നിത്യനിദാനം എന്ന് വെച്ചാൽ നിത്യം ചെയ്യേണ്ട പൂജകളും പിന്നെ വിശേഷമായിട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ, ഇതിനെല്ലാം ഒരു ശാസ്ത്രവിധി അനുസരിച്ച് ഒരു രീതിയുണ്ട്. ആ രീതിയിൽ ഒരു ചുരുക്കം രീതിയിൽ ഇത് ചെയ്തു വന്നിരുന്നൊരു ക്ഷേത്രമാണിത്. അതിൽ പ്രധാനമായിട്ടുള്ളത് നിത്യനിദാന കാര്യങ്ങളെല്ലാം വൃത്തിയായിട്ട് ചെയ്യുക, മാസവിശേഷങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് നിശ്ചയിച്ചതുപോലെ ചെയ്യണം. പിന്നെ ആട്ടവിശേഷങ്ങളെന്ന് പറയുന്നത് ഉത്സവം പോലെയുള്ളത്. സാധാരണ അങ്ങനെയാണ് ഒരു ക്ഷേത്രത്തിൻ്റെ ചൈതന്യത്തിൻ്റെ പൂർത്തിക്ക് നിത്യനിദാന കാര്യങ്ങളും മറ്റ് ആട്ടവിശേഷങ്ങളായിട്ട് കണക്കാക്കി ചെയ്യേണ്ടുന്ന ഈ കലശാദികൾ, അതുപോലെയുള്ള അന്നദാനം പോലെയുള്ള കാര്യങ്ങൾ, പിന്നെ വേദോപാസനകൾ, ഇതൊക്കെയാണ് സാധാരണ ഒരു ക്ഷേത്ര ചൈതന്യത്തിന് ഏറ്റവും പുഷ്ടിപ്രദമായിട്ട് പറയാറ്. ഇവിടെ നിത്യനിദാന കാര്യങ്ങളൊക്കെ ആണെങ്കിലും ഒരു എങ്ങനെയാണോ അത് ചെയ്യേണ്ടത്, അതിൻ്റെ വിധി ഇന്ന രീതിയിലാണ്, ഇന്ന തരത്തിൽ ചെയ്യണം എന്ന് ഞാനിപ്പോൾ ഇവിടെ വന്നതിന് ശേഷം അതിനൊരു പദ്ധതി ഉണ്ടാക്കിയിട്ടുണ്ട്. അതെല്ലാം എങ്ങനെയാണോ പറഞ്ഞത് അല്ലെങ്കിൽ പറഞ്ഞ് മനസ്സിലാക്കിയിട്ടുള്ളത് എന്ന് വെച്ചാലും അതിലും വളരെയധികം ശ്രദ്ധയോട് കൂടിയിട്ടാണ് ഇവിടെ കാര്യങ്ങൾ ഇതുവരെ ചെയ്തു പോകുന്നത്. അതിൽ ഈ ക്ഷേത്രത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് തന്നെ ഇപ്പോൾ പരാശക്തിയുടെ തന്നെ ഒരു വിഭിന്ന ഭാവങ്ങളിലുള്ള ഒരു ആചാരക്രമമാണ് ഇവിടെ ഉള്ളത് എന്ന് പറയുന്നത്. ഇപ്പോൾ ചാമുണ്ഡി ദേവിയുടെ തന്നെ 3 ഭാവത്തിലുള്ളത്. സാധാരണ ചാമുണ്ഡി എന്ന് പറയുന്നത് രക്തചാമുണ്ഡി, ബാലചാമുണ്ഡി, അങ്ങനെ 3 രൂപത്തിൽ ആണ് ഇവിടെ ആരാധിക്കുന്നത്. അപ്പം അതിന് കാരണം സാധാരണ നമ്മൾ മനുഷ്യർ ഈ ഒരു ക്ഷേത്രം നിർമ്മിച്ച് അല്ലെങ്കിൽ അതിൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്യണത് പ്രത്യേകിച്ച് മനുഷ്യർ പ്രത്യേക ചില കാര്യോദ്ദേശങ്ങൾ വെച്ചിട്ട് തന്നെയാണ് നമ്മളങ്ങനെ ഒരു ആചാരം തുടങ്ങുന്നത്. കാരണം പ്രപഞ്ചത്തിൽ മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന ചൈതന്യത്തിനെ ഒരു പ്രത്യേക ഉപാധിയിലേക്ക് ആവാഹിച്ച് സ്ഥാപിച്ച് അതിന് ഇന്ന വ്യവസ്ഥകളെല്ലാം ചെയ്തു കൊള്ളാം എന്ന് ഒരു പ്രതിജ്ഞ ചെയ്തതിന് ശേഷമാണ് ഈ ആചാരങ്ങൾ ഒരു കാലത്ത് തുടങ്ങി വയ്ക്കുന്നത്. അപ്പോൾ ഇവിടെ നടന്നു വരുന്ന ആചാരങ്ങളിൽ മറ്റു ക്ഷേത്രങ്ങളിൽ നിന്നും വ്യത്യാസമായിട്ട് കാണാറുള്ളത് ഈ രക്തചാമുണ്ഡി എന്ന് പറയുന്ന ആ ദേവിയുടെ അവിടെയുള്ളൊരു എന്താ പറയുക, സത്യം ചെയ്യിപ്പിക്കുക എന്ന് പറയുന്ന പഴയ കാലത്ത് രാജ കുടുംബമായിട്ട് ബന്ധപ്പെട്ട് തന്നെ ഈ ഒരു ആചാരം ഇവിടെ ഉണ്ടായിരുന്നു എന്നാണ്. അതിന് കാരണം എന്താണെന്ന് വെച്ചാൽ ഒരു കുറ്റവിചാരണ ചെയ്യുന്ന സമയത്ത് അതിൻ്റെ ഒരു ഉറപ്പിന് വേണ്ടി ഇപ്പോൾ കുറ്റവാളിയാണ് എന്ന് സംശയിക്കുന്ന ഒരാളെ ഈ നടക്കൽ കൊണ്ടുവന്ന് ഈ രക്തചാമുണ്ഡി ദേവിയുടെ നടക്കൽ നിർത്തിക്കൊണ്ട് ഒരു സത്യം ചെയ്യിപ്പിക്കുന്ന ഒരു ചടങ്ങ് ഇവിടെ പൂർവ്വകാലത്ത് തന്നെ, അതായത് രാജഭരണമൊക്കെ ഉള്ള കാലത്ത് തന്നെ ഉണ്ടായിരുന്നു എന്നാണ്. അപ്പോൾ അന്ന് ഒരു വിചാരണ ചെയ്യാനും അതിൻ്റെ രീതികളൊക്കെ വളരെ വിപുലമായിട്ട് ഉള്ളൊരു കാലത്താണെങ്കിലും ഈ ഒരു ഉറപ്പിന് വേണ്ടി ഈ സങ്കേതത്തിൽ ഈ ദേവിയുടെ നടക്കൽ വെച്ച് ചെയ്തിരുന്നു എന്ന് പറയുമ്പോൾ തന്നെ ഈ ദേവിക്ക് ആ സത്യം പാലിക്കുന്ന കാര്യത്തിൽ അല്ലെങ്കിൽ അതിനെ ആ സത്യം എന്നുള്ള ധർമ്മം നിലനിർത്തുന്ന കാര്യത്തിൽ എത്ര ശ്രദ്ധയുണ്ട് എന്നുള്ളത് വളരെ വ്യക്തമാണ്. പണ്ട് തന്നെ ഈ ഒരു ഇത് നിലനിന്നിരുന്നു എന്നുള്ളതുകൊണ്ട് അത് വളരെ വ്യക്തമാണ്. അത് ഇന്നും ഈ ആ ഒരു കാര്യസാധ്യത്തിൻ്റെ കാര്യം പറഞ്ഞു. ഇപ്പോൾ നമുക്ക് മനുഷ്യനാണ്, പല തരത്തിലുള്ള ദുഃഖങ്ങളുണ്ടാവാം, വിഷമങ്ങളുണ്ടാവും. ഇതെല്ലാം പറയേണ്ട സ്ഥലങ്ങളിലെല്ലാം അത് ബോധ്യപ്പെടുത്തിയിട്ടും അതിനൊരു തീരുമാനമാകുന്നില്ല എന്ന് മനുഷ്യൻ സ്വയം ഉറയ്ക്കുമ്പോഴാണ് നമുക്ക് പറയാനും
അതിനൊരു നടപടി ഉണ്ടാക്കി തരാനും ഒരു സങ്കേതം ഉണ്ടെന്ന് മനസ്സിലായി. ഈ സങ്കേതത്തിൽ അതിങ്ങനെ ഓരോ ദിനം ചെല്ലും തോറും ആളുകൾ അതിൻ്റെ ആ മഹിമ പറഞ്ഞാണ് ഇന്നിപ്പോൾ ആയിരക്കണക്കിനാണോ, പതിനായിരമാണോ, ലക്ഷങ്ങളാണോ, കോടികളാണോ, അത്ര ആളുകളാണ് ഇവിടെ വന്നിട്ട് അവരവരുടെയൊക്കെ സ്വകാര്യ ദുഃഖങ്ങൾ, ഇപ്പോൾ ജീവിതത്തിൽ ഓരോരുത്തർക്കും ഓരോ തരത്തിലുള്ള ദുഃഖങ്ങളുണ്ട്, അതിൽ ആ ദുഃഖത്തിനൊരു അറുതി വരുത്തണം എന്ന് സങ്കല്പിച്ച് പ്രാർത്ഥിച്ച് പോകാറുണ്ട്. ഒന്നും ചെയ്യാനില്ല. രക്തചാമുണ്ടിക്ക് ആവശ്യം ആർക്കാണോ ആ കാര്യം സാധിക്കേണ്ട ആൾ നേരെ വന്ന് നിന്ന് സത്യമായിട്ട് ആ കാര്യം ബോധ്യപ്പെടുത്തിയാൽ അതിൽ ഈ പറയുന്ന കാര്യത്തിൽ എത്ര സത്യമുണ്ടോ ആ സത്യം കൃത്യമായിട്ട് അതിലൊരു അണുവട വ്യത്യാസമില്ലാതെ അതിനൊരു ഗുണാനുഭവം കാണിച്ചു തരുന്നുണ്ടെന്നുള്ളതാണ് ഏറ്റവും ഇത്രയും ആധുനിക കാലത്ത് പോലും നമുക്ക് അത്ഭുതം തോന്നാറുണ്ടത്. അപ്പോൾ അങ്ങനെയുള്ളൊരു ദേവിയുടെ സങ്കല്പത്തിൽ, അങ്ങനെയുള്ളൊരു ദേവിയുടെ സങ്കേതത്തിൽ പഴയ കാലം മുതൽ തന്നെയുള്ളൊരു പ്രത്യേകതയാണ് ഈ ഭക്തജനങ്ങൾക്ക് നേരിട്ട് ഈ ഭഗവതിയെ പൂജിക്കാനോ ആരാധിക്കാനോ എന്തെങ്കിലും ഒന്ന് സമർപ്പിക്കാനോ ഒരു രീതി. അതിപ്പം കേരളത്തിൽ പല സ്വഭാവങ്ങളിലുള്ള പല ക്ഷേത്രങ്ങളുണ്ട്. പക്ഷേ ഇവിടെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഈ മീനമാസത്തിൽ ഈ മകത്തിൻ്റെ അന്ന് ഒരു പ്രത്യേക സമയത്ത് ഈ വ്രതനിഷ്ഠയോടുകൂടി, അതായത് നല്ല സന്മനസ്സോടുകൂടി ആ സത്തായിട്ടുള്ള ചിന്തകളോടുകൂടി ഒരു ഭക്ത, അത് തന്നെ പ്രത്യേകിച്ച് പറയാറ് സ്ത്രീ പ്രധാനമായിട്ടാണ് ആ ക്രിയ എന്നാണ് പറയുക. ഈ സ്ത്രീ പ്രധാനം എന്ന് പറയാൻ കാരണം സ്ത്രീകളാണ് ശരിക്ക് ഒരു കുടുംബത്തിൻ്റെ വിളക്ക് എന്ന് പറയാറുണ്ട്. അപ്പോൾ ശരിക്കും ആ ദീപം അതിനൊരു മങ്ങൽ വരാതെ നിന്നാൽ അതെന്നും കുടുംബത്തിനും നാടിനും ലോകത്തിനും സകലത്തിനും ഒരു പ്രകാശമായിട്ട് വരും എന്നുള്ളത് കൊണ്ട് തന്നെയാണ്. പിന്നെ ആത്മസമർപ്പണം ചെയ്യുമ്പോൾ ആ കൂടുതലൊരു മാതൃഭാവത്തോടു കൂടി അത് ചെയ്യുവാനുള്ള ഒരു ഇച്ഛാശക്തി സ്ത്രീകൾക്ക് കുറച്ച് കൂടുതലുണ്ട്. ഇപ്പോൾ നമുക്കറിയാം കേരളത്തിൽ സ്ത്രീകൾ പൂജ ചെയ്യുന്ന ക്ഷേത്രങ്ങളുണ്ട്, നിത്യം ചെയ്യുന്ന സ്ഥലങ്ങളുണ്ട്. ഇതിപ്പോൾ നിത്യം അങ്ങനെ സാധിക്കാത്തൊരു സന്ദർഭം ഉള്ളത് കൊണ്ടാണ് ഒരു പ്രത്യേക ദിവസം അതിന് ഒരുങ്ങി വന്നിട്ടുള്ള സ്ത്രീകൾ, ഒരുങ്ങി വരിക എന്ന് വെച്ചാൽ അതിലൊരു ക്ഷേത്രാചാരം, അതിന് വേണ്ട പരിശുദ്ധികളെല്ലാം എന്ന് വെച്ചാൽ ഇപ്പോൾ നമ്മൾ ശബരിമലയ്ക്കൊക്കെ പോകുമ്പോൾ പറയാറുണ്ടല്ലോ ഈ വ്രതശുദ്ധി വേണം. കാരണം ഒരു ദേവന് അല്ലെങ്കിൽ ഒരു ദേവിക്ക് ഒരു പൂജ ചെയ്യുമ്പോൾ അതിന് ശരീരവും മനസ്സും അതുപോലെ പരിശുദ്ധമായിട്ട് വേണം അത് ചെയ്യാൻ എന്നുള്ളത് കൊണ്ടാണ്. ഇപ്പം ഇന്നത്തെ കാലത്ത് അത്രയും ഒരു വ്രതശുദ്ധിയുടെ കാര്യം അത്രയും പറഞ്ഞാൽ മതിയാവുമെന്ന് എനിക്ക് തോന്നണം. അപ്പോൾ അങ്ങനെ എല്ലാം പാലിച്ചുകൊണ്ടുള്ള സ്ത്രീകൾ ഈ സങ്കേതത്തിൽ വന്ന് അവർ സ്വയം പാകം ചെയ്യുന്ന ആ നിവേദ്യ വസ്തു, അത് മുൻപ് ഒന്നിനും ഉപയോഗിക്കാത്തൊരു പാത്രത്തിൽ ഈ നിവേദ്യ വസ്തു തയ്യാറാക്കി അവരത് ഭഗവതിക്ക് സമർപ്പിക്കാൻ വേണ്ടി ഒരുങ്ങി തയ്യാറായി നിൽക്കുന്ന സമയത്ത് ഭഗവതി നേരിട്ട് എഴുന്നള്ളി. അതാണ് ഇവിടുത്തെ ആ ആചാരത്തിൻ്റെ രീതി. അതാണ് ഈ അകത്തുനിന്ന് അതിൻ്റെ പ്രതീകമായിട്ടുള്ള ആ ഉപാധി എന്താണോ അത് കൊണ്ടുവന്ന് ഈ എത്ര ഭക്തജനങ്ങൾ വന്നിട്ടുണ്ടെങ്കിലും അവർ തയ്യാറാക്കി അല്ലെങ്കിൽ ആ സമർപ്പണ ബുദ്ധിയോടുകൂടി തയ്യാറാക്കി വെച്ചിട്ടുള്ള ആ നിവേദ്യ വസ്തു ഭഗവതി അത് സ്വീകരിക്കുന്നു എന്നുള്ളതാണ്. അത് സ്വീകരിക്കുന്നു അല്ലെങ്കിൽ അത് സ്വീകരിച്ചു എന്ന് പറയുമ്പോൾ അത് നൽകിയ ആളുകൾക്കുണ്ടാകുന്ന ഒരു ആനന്ദം, അത് നമുക്ക് ഓരോ വ്യക്തികളോട് ചോദിച്ചാലും അവർ പറയും ജീവിതത്തിൽ ഒരു നടക്കില്ല അല്ലെങ്കിൽ ഒരു സമാധാനം ഉണ്ടാകാത്ത പല 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 കാര്യങ്ങളും ഈ ഭഗവതിക്ക് ഇങ്ങനൊരു സമർപ്പണം ചെയ്തത് വഴി അത് അവർ വിചാരിച്ചതിലും വളരെ ഭംഗിയായിട്ട് ആ കാര്യം നിർവഹിച്ചു, അല്ലെങ്കിൽ അത് ഭഗവതി അത് നിർവഹിച്ച് തന്നിട്ടുണ്ട്. ഞങ്ങൾ ജീവനുണ്ടെങ്കിൽ അടുത്ത കൊല്ലം എന്നല്ല എത്ര കാലം വേണമെങ്കിലും ഈ ഒരു കാര്യത്തിനിവിടെ വരും എന്ന് നേരിട്ട് തന്നെ പറഞ്ഞിട്ടുള്ളതാണ്. അതിപ്പോൾ നമുക്കിപ്പോൾ ഇത് നടക്കുന്ന സമയത്ത് കണ്ടാലറിയാം അതിലെത്ര. ഇപ്പം ഞാനിപ്പോൾ കേരളത്തിൽ നമുക്കിപ്പോൾ അനവധി ക്ഷേത്രങ്ങളിൽ ഇതുപോലെ തന്ത്രിയായിട്ട് പ്രവൃത്തിയുണ്ട്. ഓരോ സ്ഥലങ്ങളിലും ഓരോ രീതിയിലാണ്. പക്ഷേ ഇവിടെ ആ ശ്രദ്ധയോടും ഭക്തിയോടും കൂടി ആ ഒരു സമർപ്പണം ചെയ്യുന്നത് കാണുമ്പോൾ സത്യം പറഞ്ഞാൽ എല്ലാ സ്ഥലത്തും ഇതുപോലെ തന്നെ ചെയ്യണം, ഇതുപോലെ തന്നെ നടക്കാനുള്ള ഒരു അനുഗ്രഹം ഭഗവതി തരണേ അല്ലെങ്കിൽ കൊടുക്കണേ എന്നുള്ളൊരു പ്രാർത്ഥനയും കൂടി ചെയ്യാറുണ്ട്. ആ സമയത്ത് വളരെയധികം സന്തോഷം
ആനന്ദം എന്താണ് അതിനൊരു പ്രത്യേകിച്ചൊരു വാക്കുകളൊന്നും പറയാൻ പറ്റില്ല. അതൊരു അപൂർവത്തിൽ അപൂർവമായിട്ടാണ് അനുഭവത്തിൽ നമുക്ക് തോന്നിയിട്ടുള്ളത്.